SKN കേൾക്കുന്നുണ്ടോ? ഇന്ന് മഞ്ചേരി പുതിയൊരു പുതിയൊരു വാർത്ത അറിയുകയുണ്ടായി. അതായത് ഒരു ജോബ് മേള, 1000-ലധികം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കുന്ന വലിയൊരു ജോബ് മേളയെ കുറിച്ച് ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. എന്താണ് അതിന്റെ കറക്റ്റ് വിശദാംശങ്ങൾ എന്ന് SKN ഒന്ന് പറയാമോ? ഞാൻ എന്റെ സുഹൃത്താണ് ഇത് ജിടെക്കുമായിട്ടാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ജിടെക്കും മഞ്ചേരി മുനിസിപ്പാലിറ്റിയും സംയുക്തമായി കുടുംബശ്രീയും ഇവർ മൂന്നും കൂടി ചേർന്നിട്ട് നടത്തുന്ന ഒരു മെഗാ ജോബ് ഫെയർ ആണിത്. ആക്ച്വലി ഈ ഒരു മെഗാ ജോബ് ഫെയർ ശരിക്കും ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാര് തൊഴിൽ അന്വേഷിച്ച് ഒരുപാട് നെട്ടോട്ടോടുന്ന സാഹചര്യം നമ്മളുടെ നാട്ടിലുണ്ട്. ആ ഒരു സമയത്ത് ഏറ്റവും ഉചിതമായ ഒരു സമയത്ത് ഇങ്ങനെ ഒരു മെഗാ ജോബ് ഫെയർ നടത്തുന്നത് ഏറ്റവും നല്ലൊരു തീരുമാനം തന്നെയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിച്ചത് ഏതാണ്ട് 40ഓളം കമ്പനികൾ അവിടെ ഉണ്ടാവും. 1000ഓളം ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കും എന്നുള്ള അതിമഹത്തായ ഒരു പ്രോഗ്രാമാണ് അവിടെ നടക്കുക. ഏതെല്ലാം മേഖലയിലേക്കുള്ള ആളുകൾക്കാണ് ഈ ജോലി സാധ്യതയുള്ളത്? എത്തരത്തിലുള്ള യോഗ്യതയുള്ളവർക്കൊക്കെ ആയിരിക്കും ഈ ജോലി സാധ്യതയുള്ളത്? അതായത് ഓരോരോ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ആളുകൾക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റും, അതോ ഇന്ന യോഗ്യതയുള്ള ആളുകൾ മാത്രമേ പങ്കെടുക്കാവൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിൽ പ്ലസ് 2 ആളുകൾക്കും പങ്കെടുക്കാം എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അവരവരുടെ അനുയോജ്യമായിട്ടുള്ള ജോലികൾ നമുക്ക് അവിടെ കിട്ടും. അപ്പം ഇത് നടക്കുന്നത് മഞ്ചേരി ചുള്ളക്കാട് സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതില് ഈ ചുള്ളക്കാട് സ്കൂൾ എന്ന് പറഞ്ഞാല് മഞ്ചേരി തുറക്കലിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്തുള്ള മഞ്ചേരി ഫാമിലി വെഡിങ് സെന്ററിനോട് ചേർന്ന് കിടക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു ഗവൺമെന്റ് സ്കൂളാണ്. കഴിഞ്ഞ വാർത്തയിൽ ചർച്ച ചെയ്തിരുന്ന നമ്മുടെ ശൗചാലയവുമായിട്ട് ബന്ധപ്പെട്ട അതിനടുത്തുള്ള ജിടെക് ആണോ വിദ്യാലയം? നമ്മുടെ അതെ, നമുക്ക് മഞ്ചേരി മുനിസിപ്പാലിറ്റിയും കുടുംബശ്രീയും അതോടൊപ്പം തന്നെ ജിടെക്കും ഈ 3 സ്ഥാപനങ്ങളും സംയുക്തമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു മേന്മ എന്ന് പറഞ്ഞാൽ ഈ കുടുംബശ്രീക്കൊക്കെ മനസ്സിലായില്ല. കുടുംബശ്രീക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുടുംബശ്രീ കേരളത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു കൂട്ടായ്മയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പം അത്തരം ആളുകളെ ഇതിൽ ഉൾപ്പെടുത്തുന്നതോട് കൂടിയിട്ട് ഈ ഒരു ജനനിബിഡമായ നല്ലൊരു ക്രൗഡിനെ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ പൊതുജനങ്ങളിലേക്ക് ഇതിന്റെ ഇൻഫർമേഷൻ കൃത്യമായിട്ട് പാസ് ചെയ്യാനും ഒക്കെ കുടുംബശ്രീ ഏറ്റവും മികച്ച ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഇവരെ ബന്ധപ്പെടേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബന്ധപ്പെടാനുള്ള ഒരു മാർഗം എന്താണ്? അതായത് തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്കൊക്കെ ബന്ധപ്പെടാനുള്ള ഒരു മാർഗം എന്തായിരിക്കും? അന്നേ ദിവസം അവിടെ വരികയാണോ ചെയ്യേണ്ടത്, അതോ അതിനു മുമ്പ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്? എങ്ങനെയാണ് അതിന്റെ ഒരു അവസ്ഥകൾ? ഇതിന് 2 തലത്തിലുള്ള രജിസ്ട്രേഷൻ ആണ് നടക്കുന്നത്. അതായത് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുള്ള കമ്പനികളും നേരത്തെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. എങ്കിലാണ് അവർക്ക് അവിടെ അതിന് അനുയോജ്യമായിട്ടുള്ള സ്റ്റാളുകൾ, ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ റെഡിയാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. തേടുന്ന കമ്പനികൾക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ജോലി തേടുന്ന ആളുകൾക്ക് മാത്രമല്ല, കമ്പനികൾക്കും രജിസ്റ്റർ ചെയ്യാമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മഞ്ചേരിയോ പരിസര ആളുകൾക്ക് അവർക്ക് അഭ്യസ്ത വിദ്യരായ നല്ല കഴിവുള്ള ചെറുപ്പക്കാരെയോ ചെറുപ്പക്കാരികളെയോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഇന്നേ ദിവസം നേരത്തെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അന്നേ ദിവസം എന്ന് പറയുന്നത് ജനുവരി 25-ാം തീയതിയാണ്. അത് നമ്മൾ പറയാൻ വിട്ടുപോയ ജനുവരി 25-ാം തീയതി നടക്കുന്ന മെഗാ ജോബ് ഫെയറിലേക്ക് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിലാണ് അത്രയും റഷിനെ കൺട്രോൾ ചെയ്യാനും അത്തരം ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ട് ഇതൊരു വൻ പരിപാടിയാണ്. അത് അവിടെ നിന്ന് തന്നെ എത്ര പേര് SKN അവിടെ നിന്ന് തന്നെ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നുണ്ടോ, അതോ അവരുടെ സർട്ടിഫിക്കറ്റ്സുകളും മറ്റും വാങ്ങിയിട്ട് പിന്നീട് ഉദ്യോഗാർത്ഥികളെ അറിയിക്കുന്ന രീതിയിലാണോ, അതോ അവിടെ നിന്ന് തന്നെ ജോലിയിൽ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണോ ഈ ജോബ് മേളയിൽ ഉണ്ടാവുക? അതെല്ലാം വ്യത്യസ്തമായിരിക്കും. 40 കമ്പനികൾക്കും 40 കാര്യങ്ങളിലായിരിക്കും ഉണ്ടാവുക. ചില ആളുകൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടെലികോളേഴ്സിനെയാണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും അവരവിടെ നല്ല വാക്ക് ചാതുര്യമൊക്കെ ഉള്ള ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അപ്പോയിന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്.
ഓക്കെ. എത്ര സമയം മുതൽ എത്ര സമയം വരെ ആയിരിക്കും ഈ ജോബ് മേള CV നടക്കുക? ഈ ജോബ് മേള നടക്കുന്നത് നമുക്ക് അറിയാൻ സാധിച്ചത് രാവിലെ 9:30 മണി മുതൽ 4 മണി വരെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ, അതായത് ഇതിന്റെ രജിസ്ട്രേഷനുമായിട്ടും അനുബന്ധ കാര്യങ്ങൾക്കും ബന്ധപ്പെടേണ്ട നമ്പറുകൾ, കോണ്ടാക്ട് നമ്പറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ നമ്പർ നമുക്ക് ഇതിന്റെ കൂടെ കൊടുക്കേണ്ടതുണ്ട്. ഏതായാലും ഞാൻ സൂചിപ്പിക്കാം. ഡീറ്റെയിൽസുകൾ നൽകാം ആ തീർച്ചയായിട്ടും. നമ്പർ ഞാനൊന്ന് നോക്കി വായിക്കാം. 9144 നമ്പർ. ഒന്നുകൂടി ക്ലാരിറ്റി പ്ലീസ്, ഒന്നുകൂടി clarity. 9142 91421213 ഇതൊരു നമ്പർ. ഇനി മറ്റൊരു നമ്പർ കൂടിയുണ്ട്, Yes. 7990226394. ഒരിക്കൽ കൂടി പറയാം, 7902263944. അപ്പോ നമുക്ക് ഇത് ശരിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ട് ഉപയോഗപ്പെടുത്തണം, അതുപോലെ ജോലി എത്തിക്കുക എന്നുള്ള റിക്വസ്റ്റ് നമുക്ക് വെക്കാം. SK, മറ്റൊരു സംശയം കൂടിയുണ്ട്. അതായത് മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് അകത്തുള്ള ആളുകൾക്കാണോ അതോ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ആളുകൾക്കാണോ അത് ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകൾക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും? എങ്ങനെയാണ് അതിന്റെ ഒരു രീതി? അതായത് ഇതില് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളെ അനുസരിച്ചായിരിക്കും ഇതിന്റെ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരിക. എന്ത് തന്നെ ആയാലും നമുക്കറിയാം, ലോക്കലായിട്ടോ മഞ്ചേരിയോ മഞ്ചേരി പരിസരത്തെ പ്രദേശത്തുള്ള ഒത്തിരി സ്ഥാപനങ്ങൾ ജോലിക്കാരെ തേടുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് നമുക്ക് അവരുടെ മുമ്പിൽ വെക്കാം. മഞ്ചേരി 123 മലയാളം ചാനലിന് ശരിക്കും ഇതൊരു ജനോപകാരപ്രദമായ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഈ ഒരു വാർത്ത പരസ്പരം ഷെയർ ചെയ്യപ്പെടട്ടെ. കാരണം ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ ദുരിതം അനുഭവിക്കുന്ന, പ്രശ്നം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ തന്നെയുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസം നേടിയിട്ടും അല്ലെങ്കിൽ ഏത് തലത്തിൽ പഠിച്ചിട്ടും വേണ്ടത്ര പരിഗണന കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഇതൊരു ഉപകാരപ്രദമാണ്. ഇതിനു മുമ്പ് നടന്ന ജോബ് മേളയിലൊക്കെ ഇതുപോലുള്ള പാർട്ടിസിപ്പേഷൻസ് ഉണ്ടായിട്ട് അവർക്ക് ജോലിയൊക്കെ കിട്ടിയതായിട്ടും അതേപോലെ തന്നെ അവർ ഇന്ന് നല്ല രീതിയിലൊക്കെ ജീവിച്ചു പോകുന്നതായിട്ടുള്ള എന്തെങ്കിലും അറിവുകളൊക്കെ ഈ ജിടെക്കിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നോ സാറിന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്? കേൾക്കുന്നില്ല. അതായത് ഇത്തരത്തിലുള്ള ജോബ് കേൾക്കുന്നുണ്ടോ? സാങ്കേതിക തകരാറുണ്ടെന്ന് തോന്നുന്നു. കേൾക്കുന്നുണ്ടോ? പറയൂ, കേൾക്കാം. ഓക്കെ. കേൾക്കാം. ഇത്തരത്തിലുള്ള ജോബ് മേളകളിലൂടെ നിരവധി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തെ ഉയർത്താൻ പറ്റുന്ന രീതിയിലുള്ള തൊഴിലുകളൊക്കെ ലഭിച്ചതായിട്ടുള്ള അറിവുകളുണ്ടോ? അതോ ഇതൊരു പ്രഹസനം മാത്രമായിട്ട് മാറുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് ഓർഗനൈസ് ചെയ്യുന്നത് മഞ്ചേരി മുനിസിപ്പാലിറ്റി, നമുക്കറിയാം, മഞ്ചേരി മുനിസിപ്പാലിറ്റി ഒക്കെ പൊതുസേവന രംഗത്ത് വളരെ മുന്നിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ശൗചാലയത്തിന്റെ കാര്യത്തിൽ നമുക്ക് വിമർശനം ഉണ്ടെങ്കിലും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തത് ഒക്കെ കാലഘട്ടത്തിൽ വളരെ മികച്ച പുരോഗമനങ്ങൾ, പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതോടൊപ്പം പറയുകയാണെങ്കിൽ കുടുംബശ്രീയെ നമുക്കറിയാം, എല്ലാ മേഖലകളിലും ഒരുപാട് സഹായങ്ങൾ ചെയ്ത് മുന്നേറുന്നതാണ് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കുടുംബശ്രീ. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത്, നമുക്കറിയാം, ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഇന്ന് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ശൃംഖലയാണ്. മലപ്പുറം ജില്ലയിൽ എന്ന് മാത്രമല്ല, ലോകത്തെമ്പാടും ജിടെക് വളരെ പ്രസിദ്ധമാണ്. അക്കൂട്ടത്തില് നമ്മുടെ മഞ്ചേരി, നമുക്കറിയാം, എനിക്ക് അതിന്റെ ഡയറക്ടർ ആരിഫ് റിയാസ് സാറിനെ നേരിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവും ഒരുപാട് കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന വ്യക്തിയാണ്. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ഒക്കെ ഭാഗമാണ് അദ്ദേഹം. അപ്പം പല കാരുണ്യ മേഖലകളിലും കാരുണ്യ പ്രവർത്തനത്തിലും മികച്ചു നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ. അതുകൊണ്ട് ഇതൊരു പ്രഹസനമാവാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിലല്ലാതെ ഇതൊരു ജനോപകാരപ്രദമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിൽ തന്നെ വളർച്ച സാധിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. സാധിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇത് ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കാറുള്ളത് സാധാരണ? അത് ഡിപ്പെൻസ് ആണ് ഓരോ കാലഘട്ടങ്ങളിൽ. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മറ്റൊരു അവസരത്തിൽ
നമ്മൾക്ക് ആരോഗ്യ സാറുമായിട്ട് നമുക്ക് കൂടുതൽ വരാം. ഏതായാലും ഈ ഒരു അവസരത്തിൽ ഈ ഒരു വാർത്ത പ്രത്യേകം എല്ലാവർക്കും ഷെയർ ചെയ്ത് വളരെ ജനോപകാരപ്രദമായ നല്ലൊരു വാർത്ത നൽകിയ SKNനോട് 123 ന്യൂസ് കടപ്പെട്ടിരിക്കുന്നു. കാരണം ജനങ്ങൾക്ക്, യുവാക്കൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഈ ഒരു വാർത്ത നൽകിയ SKNനോട് തീർച്ചയായിട്ടും കടപ്പെട്ടിരിക്കുന്നു. 123 ന്യൂസ് മലയാളത്തിലൂടെ നിങ്ങളെ ഒരിക്കൽ കൂടി നമുക്ക് ആ ഡേറ്റ് ഒരിക്കൽ കൂടി നമുക്ക് ആ ഡേറ്റ് ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. ജനുവരി 25-ന് ആണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ചുള്ളക്കാട് സ്കൂളിൽ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി വെഡിങ്ങിന്റെ അതല്ലെങ്കിൽ ചുള്ളക്കാട് സ്കൂളിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയാൻ സാധിച്ചിട്ടുള്ള സമയം 9:30 മണി മുതൽ 4-4:30 ഏറി വന്ന 5 മണി വരെ എന്നുള്ളതാണ്. എന്തായാലും എന്ത് തന്നെ ആയാലും കൂടുതൽ വിവരങ്ങൾ ഈ ഒരു നമ്മൾ താഴെ നൽകുന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുകയും അനുബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനുശേഷം ആണ് അങ്ങോട്ട് പോവേണ്ടത് എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമായ നല്ലൊരു ദിവസമായിട്ട് അന്ന് മാറട്ടെ. തൊഴിൽ തേടുന്ന എല്ലാവർക്കും അത് ഗുണകരമായിട്ട് മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. താങ്ക് യു SKN. താങ്ക് യു. വെൽക്കം. ഓക്കെ, 123 ന്യൂസ് മലയാളത്തിലൂടെ ഇന്ന് നിങ്ങളെ നല്ലൊരു വാർത്ത അറിയിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ ഒരു വാർത്ത മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനി പുതിയൊരു വാർത്തയുമായിട്ട് കാണാം. 123 ന്യൂസ് മലയാളം, മഞ്ചേരി.